നമസ്കാരം, ഞാൻ മൃണാൾ. ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 100ാമത്തെ വീഡിയോ ആണ്. ഇത്രയും വീഡിയോകൾ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകുമെന്നോ ഇത് കുറച്ച് പേര് കാണുമെന്നോ ഒന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. വലിയ ഒരു 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 നിധി കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഈ അമ്മയെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടോ? എൻ്റെ ബ്ലോഗ് മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലേ, ഈ അമ്മ എന്ന് പറയുന്നത് സ്നേഹമാണ്. അമ്മ എവിടെ നിൽക്കട്ടെ, അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, എത്രയോ പേര് പല സ്ഥലങ്ങളിൽ, ഇന്തോനേഷ്യയിൽ ചെന്നാൽ അല്ലെങ്കിൽ ഡൽഹി കരീംസിൽ ചെന്നാൽ, ഞാൻ അതൊക്കെ വിട്, നമ്മുടെ നാട്ടിൽ ഞാൻ ഞാൻ കുറച്ച് ദിവസം ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മരുഭൂമിയിലായിരുന്നു, ദുബായിയുടെയും ഒമാൻ്റെയും ബോർഡറിൽ. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഒരു അത്യാവശ്യ കാര്യത്തിന് നാട്ടിൽ വന്ന് കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴി ഒരു ബേക്കറിയിൽ അവിടെ റോഡിൽ സൈഡിൽ നിന്നപ്പോൾ ഒരാൾ എന്നോട്, ഞാൻ ചായയും കുടിച്ച് എന്തോ സാധനം വാങ്ങാൻ നിൽക്കുകയാണ്, ഒരാൾ എന്നോട് പറയാണ്, നിങ്ങളുടെ ബ്ലോഗൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേര് ചോദിച്ചു, നാട് എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ന്യൂസിലൻഡിലാണ്, അദ്ദേഹം കുടുംബമായിട്ട് ന്യൂസിലൻഡ്, അവിടെ ഇരുന്ന് ഇത് കാണുന്നുണ്ടെന്ന്. അപ്പോൾ എത്രയോ ആൾക്കാർ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഈ സ്നേഹത്തോടെ പറയുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്ന് തന്നെ എനിക്കിതുവരെ പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് വെറുതെ തമാശയ്ക്ക് തുടങ്ങിയതാണ്. ഞാൻ എൻ്റെ ജോലിയുടെ ഒരു മടുപ്പ്, എല്ലാ ജോലിക്കും ഒരു മടുപ്പുണ്ടാവുമല്ലോ. ഒരുപാട് പേര് പറയാറുണ്ട് ഞാൻ ഭയങ്കര ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലി കിട്ടിയിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ജോലിയുടെ മടുപ്പിൻ്റെ ഇടയിൽ ഒരു രസത്തിന് വേണ്ടി ചെയ്ത ബ്ലോഗാണിത്. അതിങ്ങനെയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് വലിയ നന്ദി, വലിയ നന്ദി. പിന്നെ ആ ബേക്കറിയിൽ ഉണ്ടായിരുന്ന മനുഷ്യനോട് സോറി. എനിക്ക് വേണ്ട പോലെ അദ്ദേഹത്തിനോട് സംസാരിക്കാനോ പെരുമാറാനോ ഒന്നും അന്ന് രാത്രി പറ്റിയില്ല. ജസ്റ്റ് ഒരു ഷെയ്ക്കാനും കൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് വേറെന്തോ ആലോചിച്ച് പോരുകയും ചെയ്തു. എടാ, ഇത് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത്? നീ ഞാൻ ചെയ്ത ബ്ലോഗ് കണ്ടിരുന്നോ? അതിലൊരു അനുഭവം. ഇത് കണ്ടപ്പോൾ നിനക്ക് എന്താ തോന്നുന്നത്? ഇത് കഴിക്കാൻ പറ്റുമോ? അല്ല, വേറെ ഇത്. ഞാനിതായിട്ട് യാതൊരു ബന്ധമില്ല. ഈ സംഭവം ഇത് കഴിക്കാൻ പറ്റുമോ? കഴിച്ചിട്ടേ എണീക്കുള്ളൂ. അപ്പോൾ ഇത്രയും സംഭവം ഒരാൾക്ക് കൊടുക്കുന്നത് ഫുഡ് വേസ്റ്റ് ചെയ്യലാണോ, അത് അയാളെ തൃപ്തിപ്പെടുത്തലാണോ, അയാളെ സന്തോഷിപ്പിക്കലാണോ, എന്താണ്? ഇതുപോലത്തെ ഫുഡ് ആഗ്രഹിക്കുന്നവർ മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ അവർക്ക് സന്തോഷം തന്നെ. நல்லா சாப்பிட வேணும், பார்க்கலாம். அன்னைக்கு கூட நீ கூடுதலா சாப்பிட வேணும். ஓகே, பார்க்கலாம். ഇത് ഈശ്വര, ഇത് അപ്പുറത്തെ ഇലയല്ലേ, ഇത് ഇപ്പുറത്തെ ഇലയല്ലേ? ഉണ്ടോ? ഏത് ഞാൻ ചെയ്ത വീഡിയോ കണ്ടിട്ടോ? പറഞ്ഞിരുന്നു മീൻകറി ഉഷാറാണ്. എന്റെ വീഡിയോ വേണ്ടിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നു. ആണോ? എന്താ പേര്? മുജി. എവിടെ വീട്? മഞ്ചേരി. മഞ്ചേരി ഇവിടെ അടുത്താണല്ലോ, അവിടെ കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. നോമ്പ് ഇതിന്ന് പൊളിച്ചിരിക്കും. പുതു 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 ഇങ്ങേർക്ക് ഇത് തന്നെ പണി. ஓகே, இதுதான் நீங்க அன்னைக்கு நீ சிக்கன் கால் மட்டன் கால்னு சொல்லிட்டீங்க. சரிங்களா? ഇവിടുന്ന് തുടങ്ങണം എന്നറിയില്ല, ഇത് വെച്ചിട്ട് തുടങ്ങാൻ. ഇത്രയും വലിയ ചിക്കനില്ലേ? ഇത് സ്റ്റാർട്ടറല്ല, അപ്പറ്റൈസറല്ല. ഇത് സ്റ്റാർട്ടറിന്റെ തുടക്കത്തിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത്, നമ്മൾ വെറുതെ പ്ലാൻ ചെയ്യുന്ന പോലെയുള്ള സമയത്ത് ആരെ വെറുതെ സ്നാക്കായിട്ട് കൊണ്ടുത്തുന്ന പോലത്തെ സാധനം. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ് സംഭവം. ഇനി നമുക്ക് ലൈറ്റായിട്ട് ചോറ് കഴിക്കാം. മട്ടൻ്റെ ഗ്രേവിയാണ് ചോറിലുണ്ടായിരുന്നത്. ഇത് ഒരിഞ്ചി കഴിക്കണം എന്നാണ്.
ഇത് എല്ലിന് വെള്ള കളറ് ആണോ? നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ കാണുന്ന പോലത്തെ മുട്ട ഫ്രൈ. ഇങ്ങനൊരു മീൻ ഫ്രൈ ആരും കഴിക്കുക? മീൻ ഫ്രൈ ഇങ്ങനെ നുള്ളിയല്ലേ കഴിക്കുക? പക്ഷെ ഇവിടെ ഇതിൻ്റെ ഒരു ഇനോമിറ്റി, ഇതിൻ്റെ ഒരു വലിപ്പം നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. നമ്മൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. വേറൊരു പ്രശ്നമുണ്ട്, ആരോടും പറയണ്ട. ആ മട്ടൻ്റെ എല്ല് ഞാൻ ഉറിഞ്ചി കഴിച്ചപ്പം ഇതേ അടുത്ത എല്ല് വന്നേക്കണം. ഈ മീൻ ഫ്രൈ എങ്ങാനും ഞാൻ ഈ അവസാനത്തെ പീസും കൂടെ തിന്ന് നിർത്താൽ ഒരു വേറെ മീൻ ഫ്രൈ തരും. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് ഞാൻ പറഞ്ഞ എല്ല്. അവർ തന്നേക്കുക പുതുത്. ഒരെണ്ണം കഴിഞ്ഞതേ ഉള്ളൂ. ഒരെണ്ണം തീർന്നപ്പോൾ അടുത്ത് തന്നു. ഇവിടെ ഒന്നും തീർക്കാൻ പാടില്ല. രക്തപ്പൊരിയൽ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇത് എന്തൊരു സോഫ്റ്റാണെന്നറിയാം, എന്തൊരു ഫ്ലേവർഫുള്ളാണ്. ദിസ് ഈസ് സോ ഗുഡ്. இது வேண்டாம். வேணும், இன்னைக்கு சாப்பிட வேணும். நான் இன்னைக்கு குடுக்கல இல்ல, எதுவுமே குடுக்கல இல்ல. இதோ இதோ അങ്ങേര് ഒരു ലെഗ് പീസ് കൊണ്ടുവച്ചു. ഇവിടെ ഒന്നും കഴിച്ചു തീർക്കാൻ പാടില്ല, അപ്പൊ അടുത്തത് തരും. ഞാൻ ഈ ഇത് அன்னைக்கு நான் குடுக்கல, இன்னைக்கு வச்சிருக்கேன். அன்னைக்கு நீங்க நான் குடுக்கல இல்ல, அம்மா தான் கொடுத்தாங்க. அப்படியா? அப்படியே தான். ബിരിയാണിയിൽ നമ്മൾ ഇതൊക്കെ ഉള്ളിയൊക്കെ വെച്ച് ഈ ബിരിയാണി മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളൊരു വിചാരത്തിൽ എടുക്കാം. കിടലൻ ഫ്ലേവർ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും മൈൽഡ്ലി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐറ്റം. ബിരിയാണി കുറച്ചുകൂടെ ബാക്കി വെച്ചേക്കാം, കാരണം ഇല്ലെങ്കിൽ അവർ പിന്നെയും തരും. നല്ല രസമുണ്ടോ? ആണോ ചേട്ടാ? എങ്ങനെയുണ്ട് പരിപാടി? നിങ്ങൾ മഞ്ചേരിക്കാരെ പറയിപ്പിക്കോ? നല്ലോണം കഴിക്കേ. ഇതെന്ത് ഇത്? ഇതിന്റെ ഇടയിൽ വിളമ്പിടും. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ വിളമ്പിടും. അപ്പടിയാ? നല്ല സാപ്പിടുങ്ക. പിന്നല്ലാണ്ട് പിന്നെ അതെ, നിങ്ങള് മഞ്ചേരിക്കാരെ പറയിപ്പിക്കരുത് കേട്ടോ. കഴിക്കും. ഒരാഴ്ച ഒരു കുടുംബത്തിന് കഴിക്കായിരുന്നില്ലേ? ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരും. ഇതുപോലെ ക്ലീൻ ആവണം കേട്ടോ. ഈ ഇലേനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഇത് അവന്റെയാണ്. ഇത് തിന്നേണ്ട പണി നിന്റെയാണ്. ഓക്കെ, ഇവിടെ മുതൽ അവിടെ വരെ നിന്റെയാണ്. ഇവിടെ മുതൽ ഇവിടം വരക്കെ ഞാൻ കഴിക്കാതിരുന്ന അമ്മയ്ക്ക് ചീത്ത പറയാൻ പറ്റുള്ളൂ. ആരെയൊക്കെ ചീത്ത പറയാനുണ്ട്? ഐസ്ക്രീം കൊടുക്കാൻ പറയുന്നത് എന്ത്? ഇത് കഴിഞ്ഞിട്ടാണോ? നമ്മൾ സാധാരണ ചോറിൻ്റെ ഇടയിൽ നോൺ വെജ് ഇങ്ങനെ തൊട്ട് കൂട്ടൂലേ? ഇവിടെ നോൺ വെജ് ഓരോന്ന് എടുത്ത് കടിക്കൂലേ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരു 20 തവണ നോൺ വെജ് ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തിരി ചോറ് കഴിക്കും. എതും വേണം. അഭിപ്രായം ചോദിച്ചു, നീ പറ. കൊള്ളത്തില്ല. എന്ത് പറ്റി? ഒരു വിധത്തിലും കൊള്ളുന്നില്ല. എവിടെ കൊള്ളുന്നില്ല? ഇത്രയല്ലേ ബാക്കിയുള്ളൂ, അതോടെ കഴിക്കി. എനിക്ക് സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇത് വേറൊരു കറി എന്നുള്ള എല്ലാണ്, മട്ടൻ എല്ലാണ്. ഇതും കുടൽ കറി.
ഇതിലെന്തെങ്കിലുമൊക്കെ ഇവർ മോശമായിട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കെങ്കിലും ചെയ്യണം. ഇതിപ്പം ഇവിടുത്തെ പ്രശ്നം എക്സാക്ട് എന്തെന്നറിയാം ഞാൻ പറഞ്ഞത്. ഇതെൻ്റെ വിരലുകളാണ്. ഓക്കെ, സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് എവിടേക്കെങ്കിലും പോവും, അതെടുക്കും, എന്നിട്ട് കഴിക്കും അല്ലേ. ഇതിപ്പോൾ എങ്ങോട്ടേക്കാ പോവുക? എന്താ കഴിക്കുക? ഇത് വിരലിന് കൺഫ്യൂഷൻ ആവില്ലേ? സത്യത്തിൽ ഇവരെ വിരലിനെ കൺഫ്യൂസ് ചെയ്യിക്കുക. ഇതിപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ നല്ല കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെയും വിളമ്പും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് രണ്ടാമത്തതാണ്, അവർ പിന്നെയും വിളമ്പും. എന്നാൽ പിന്നെ ഇതെടുക്കാം, വരുന്ന വരട്ടെ. ഓ, ഇതിനകത്തിട്ടിരിക്കുന്ന തേങ്ങാക്കൊത്തൊക്കെ ഇല്ലേ, ഇത് നമ്മുടെ നാട്ടിലെ പലർക്കും കിട്ടിയിരുന്നെങ്കിൽ 4 മുറിച്ചിട്ട് 4 തേങ്ങാക്കൊത്തായിട്ട് ഇട്ടത്. ആളിവിടെ കുറേ പേര് വരുമല്ലോ, അവരെ കൊല്ലാനുള്ള ഇലകൾ റെഡിയാക്കി വെച്ചേക്കാം. ഒരു മനുഷ്യൻ കിളി പോയിട്ട് അവിടെ ഇരിക്കുക. நல்லா திட்டுங்க. வேஸ்ட் பண்ணா யூடியூப்ல போட்டுருவார் தெரியுமா? சாப்பிடுங்க. அப்புறம் நாளைக்கு சாப்பிட்டு சோச்சிக்காது. இன்னைக்கு வேஸ்ட் பண்ணா நாளைக்கு சோச்சிக்காது. அப்படிதான். എല്ലാരും പോയി. നിന്റെ അഭിപ്രായം എന്താ? കഴിച്ചു തീർക്കാൻ പറ്റുമോ? കഴിച്ചു തീർക്കുന്നവരുണ്ട്. ഇലയില് ഇതാണ് സിറ്റുവേഷൻ. ഇത് ഇവന്റെയാണ്, ഇവന്റെ എന്റെ ഇലയിൽ ഇതാണ് സിറ്റുവേഷൻ. എല്ലൊക്കെ അവിടെ സൈഡിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി ഇത് കുറച്ച് എല്ലും കുറച്ച് മീറ്റുമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത് കഴിക്കാൻ പറ്റൂല. കൊല്ലാം, പക്ഷെ തോപ്പിക്കാനാവില്ല. ഈശ്വര, ഇത് 2 ഐഡിയോളജിയിൽ പെട്ട സാധനങ്ങളാണ്. ആദ്യം പറഞ്ഞ ഒന്നും, വേറെ പറഞ്ഞ വേറൊന്നും. ആരാ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നറിയില്ലല്ലോ. വിട്ടിട്ട് പോരാൻ തോന്നൂല. നമുക്ക് അത്രയും ഒരു അറ്റാച്ച്മെന്റ് അതിനോടൊക്കെ തോന്നും. അത്രയും ടേസ്റ്റും അത്രയും സ്നേഹം. ഇത് എക്സാക്ട്ലി ലൈക്ക് എന്താണെന്നറിയാം ഇവിടുത്തെ ഈ ഭക്ഷണം. ജഗദീഷ് ശ്രീകുമാറിന്റെ ചില നോട്ടി ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ലേ, വില്ലനല്ല നായകനും അല്ല, പക്ഷെ അതിൻ്റെ ഇടയിലുള്ള നമുക്ക് ആ ക്യാരക്ടറിന് അത്ര ഇഷ്ടമായിരിക്കും. അത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ സാരമില്ല, ഓക്കെ എന്നിങ്ങനെ വിചാരിച്ച് നമ്മൾ എൻജോയ് ചെയ്യില്ലേ. സെയിം ഇതൊരു ജഗദീഷ് ശ്രീകുമാർ ക്യാരക്ടർ, ജഗദീഷ് ശ്രീകുമാർ നോട്ടി ക്യാരക്ടർ. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നവർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, വിശ്രമിക്കാനുള്ള വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടിയാണ്. കാരണം ഇവിടുന്ന് വിശ്രമിച്ചിട്ടേ പോകാൻ പറ്റൂ. ഇല്ലേ മനുഷ്യനെ ഉറങ്ങി ഡ്രൈവ് ചെയ്ത് എവിടെയും കൊണ്ട് ഇടിക്കും. ഡേയ്, എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പറല്ലേ? പൊളിച്ചില്ലേ? മരിച്ചു പോവോ? കണ്ട ഇരിക്കണണ്ട, ആ ഇരുന്നപ്പോഴാണ് സന്തോഷമായത്. കാരണം അത്രയും ഭക്ഷണമാണ്. ഇവർ ഈ സ്ഥലത്തിന് കിട്ടില്ലായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇതിന് ചുറ്റുമുള്ള ചെറിയ ചെടികൾ മുതൽ മരങ്ങൾ, ഇവിടെ വരുന്ന ആൾക്കാർ ഒക്കെ ഒരു പൊന്നു പോലെ നോക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നിട്ട് പിന്നെ അവരോടൊന്നും പറഞ്ഞിരുന്നൊന്നുമില്ല. ഞാൻ സാധാരണ അങ്ങനെ ബ്ലോഗിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓണേഴ്സിനോടൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ തന്നെയാണ് ഇവിടെയും ചെയ്തത്. പക്ഷേ അവർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. உங்களுக்கு ஞாபகம் இருந்ததா? கண்டிப்பா இருந்துச்சு. எப்படி இருந்துச்சு? உங்க கண்ணு எனக்கு தெரியுமில்ல. சாப்பிட்ட கண்ணு அது கூட தெரியாதா? அதான் ரசனையோட சாப்பிடுறது. அந்த நாள் நான் சொல்லவே இல்லையே இந்த வீடியோ யூடியூப். ரசனையோட சாப்பிட்டீங்களா? அது சொல்லலையா? எனக்கு தெரியும், எனக்கு தெரியும். நான் சொல்லவே இல்லையே. இல்லையா? சொல்லலனாலும் தெரியும். உங்களை பார்த்து நான் அப்பா கிட்ட சொன்னேன், பாரு வந்திருக்கிறாருன்னு. நீங்க எப்படி அந்த வீடியோ பார்த்துச்சு? நாங்க பார்க்கல, பார்த்தீங்க சொன்னாங்க. ஆஹா, கேரளாக்கார அத்தனை பேர் வந்து சொல்றாங்க. மிருளாளன் എന്നോട് മൃണാളൻ. ഞാനിവിടെ നിന്ന് തിരിച്ചു വന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയക്കാരുണ്ടാക്കി തന്നത്. പക്ഷെ ഇവൻ അങ്ങനല്ല. ഇവൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴേ ഒരു ശല്യം. ഇത് മാത്രല്ല, വേറെ ഉണ്ട് ഇഷ്ടംപോലെ സാധനം നേര് തന്നിട്ടുണ്ട്. உங்களுக்கு மட்டும் முழு முட்டை சாப்பிடு.